കൂണുകൾ പോലെ നമ്മുടെ നാട്ടിൽ മസാജ് പാർലറുകളും സ്പാകളും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ എതിർലിംഗത്തിൽപ്പെട്ട ഒരാൾ നൂൽബന്ധമില്ലാത്ത മറ്റൊരാളെ മസാജ് ചെയ്തു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് കസ്റ്റമറായി ചെന്ന ആൾക്കെതിരെ ഇമ്മോറൽ ട്രാഫിക്, അതായത് അനാശാസ്യ പ്രവർത്തനത്തിന് കേസെടുക്കാൻ പോലീസിന് അധികാരമുണ്ടോ? വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം. സ്വന്തം ഇഷ്ടപ്രകാരം 18 വയസ്സിന് മുകളിലുള്ള എതിർലിംഗത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ മസാജ് ചെയ്തു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് കസ്റ്റമറായി ചെന്ന ആൾക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല. അതായത് ഒരു പ്രൈവറ്റ് സ്പേസിൽ, ഒരു സ്വകാര്യ മുറിയിൽ കൺസെൻഷ്യൽ, അതായത് പരസ്പര സമ്മതത്തോടു കൂടി ഒന്ന് തിരുമി എന്ന് പറഞ്ഞുകൊണ്ടോ ആ തിരുമൽ ഒന്നുകൂടി മുറുകി എന്ന് പറഞ്ഞുകൊണ്ടോ കസ്റ്റമറായി ചെന്ന ആൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് 2024 മാർച്ചിൽ സുനിൽ സൈമൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന കേസിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മസാജ് പാർലറിൽ ഇമ്മോറൽ ട്രാഫിക് നടന്നു എന്ന് തെളിഞ്ഞാൽ തന്നെ ലൈംഗിക ചൂഷണത്തിനോ ലൈംഗിക വ്യാപാരത്തിനോ കസ്റ്റമറായി ചെന്ന ആൾക്ക് ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഇമ്മോറൽ ട്രാഫിക് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാനും കഴിയില്ല. ഇതൊക്കെ പറഞ്ഞാലും ഇമ്മോറൽ ട്രാഫിക് എന്ന് കേട്ടുകഴിഞ്ഞാൽ പോക്കറ്റിൽ സിബ് പോലും അടയ്ക്കാൻ മറന്നുകൊണ്ട് പോലീസ് ജീപ്പ് എടുത്ത് പായുന്ന പോലീസ് സേവന്മാരിൽ 60% പേർക്കും ഈ നിയമമൊന്നും അറിഞ്ഞിരിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നതിനൊക്കെ മുമ്പ് വക്കീലിനുള്ള പൈസ കയ്യിൽ കരുതാൻ മറക്കുകയും ചെയ്യരുത്. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെയർ ഇറ്റ് മാക്സിമം.